ബാഹുബലി 2 എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഓർക്കുന്നില്ലേ? അമരേന്ദ്ര ബാഹുബലിയെ ചതിയിലൂടെ വകവരുത്തിയതിനു ശേഷം ബല്ലാലദേവൻ വർഷങ്ങളോളം മഹിഷ്മതി സാമ്രാജ്യം അടക്കി ഭരിക്കുന്നു. അവസാനം അമരേന്ദ്ര ബാഹുബലിയുടെ പുത്രനായ മഹേന്ദ്ര ബാഹുബലി ബല്ലാലദേവനെ അടിയറവ് പറയിക്കുന്നു. മഹിഷ്മതിയുടെ കിരീടം തലയിൽ അണിഞ്ഞതിനു ശേഷം ജൂനിയർ ബാഹുബലി പറയുന്ന ഒരു ഡയലോഗുണ്ട്: ഇവിടുത്തെ ജനങ്ങൾക്കിനി തല ഉയർത്തി ജീവിക്കാം. അവർക്ക് അന്യായം ചെയ്യുന്നവർ ആരായിരുന്നാലും അവരുടെ തലയറുത്ത് പാതാളത്തിലേക്ക് എറിയപ്പെടും. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിന്റെ അവസ്ഥ ബല്ലാലദേവൻ ഭരിച്ചിരുന്ന മഹിഷ്മതിക്ക് സമാനമായിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന അതികായകൻ പരിക്ക് മൂലം പുറത്തിരിക്കുന്നു. അയാളുടെ പകരക്കാരനായി അവരോധിക്കപ്പെട്ട ഋതുരാജ് ഗെയ്ക്വാഡ് തന്ത്രങ്ങൾ ചമയ്ക്കുന്നതിലും ഒഴുക്കോടെ ബാറ്റ് ചെയ്യുന്നതിലും അമ്പെ പരാജയപ്പെടുന്നു. ചെപ്പോക്കിലെ ചിദംബരം സ്റ്റേഡിയം ഒരു കാലത്ത് ചെന്നൈയുടെ ഉരുക്കുകോട്ടയായിരുന്നു. എന്നാൽ സമീപകാലത്ത് ആ കോട്ട പലതവണ ഭേദിക്കപ്പെട്ടിരുന്നു. അവസാനം ചെപ്പോക്കിലെ മണ്ണിൽ ഒരു മഹേന്ദ്ര ബാഹുബലി രക്ഷകനായി അവതരിച്ചു. അവൻ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സെഞ്ചുറി നേടി. സ്വപ്നങ്ങൾ കാണാൻ മറന്നു തുടങ്ങിയിരുന്ന ഒരു ടീമിനെയും അവരുടെ ആരാധകരെയും ഒറ്റയ്ക്ക് തോളിലേറ്റിയ ഒരു മികച്ച പ്രകടനം. അതായിരുന്നു സഞ്ജു കാഴ്ചവെച്ച ഇന്നിങ്സ്. സഞ്ജുവിൻ്റെ സെഞ്ചുറി ഒരു നിശബ്ദ പ്രസ്താവനയായിരുന്നു. ചെന്നൈയുടെ ആരാധകർക്ക് ഇനി തല ഉയർത്തി നിൽക്കാം. എതിരാളികൾ എത്ര കരുത്തരായാലും അവരുടെ ശിരസ്സുകൾ അറുത്തുമാറ്റപ്പെടും. ഇന്ത്യയിലെ രഞ്ജി ട്രോഫി ടൂർണമെന്റിന് കഷ്ടിച്ച് 100 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരു രഞ്ജി സീസണിൽ 60 60-ലധികമോ വിക്കറ്റുകൾ നേടാൻ സാധിച്ചിട്ടുള്ളത് 3 പേർക്ക് മാത്രമാണ്. ഡൽഹിക്ക് വേണ്ടി ബോളിംഗ് ഓപ്പൺ ചെയ്ത അക്യൂബ് നബി അവരിൽ ഒരാളായിരുന്നു. അയാളെയാണ് സഞ്ജു കട്ടും പുള്ളും ഉപയോഗിച്ച് നിഷ്പ്രഭനാക്കിയത്. അക്സർ പട്ടേലുമായുള്ള സഞ്ജുവിൻ്റെ പൂര് ഒരു ചേസ് മത്സരത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. സഞ്ജു എല്ലാ വിക്കറ്റുകളും തുറന്നു കാണിക്കും. അക്സർ അത് മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ സഞ്ജു ബൗണ്ടറികൾ നേടും. ലുങ്കി എങ്കിഡിയുടെ ഓഫ് കട്ടറുകളെ തിരിച്ചറിയാനും ശിക്ഷിക്കാനും സഞ്ജുവിന് സാധിച്ചു. കുൽദീപ് യാദവിനെതിരെ സഞ്ജു പായിച്ച ഒരു ഹിറ്റ് തീർച്ചയായും അത്ഭുതകരമായിരുന്നു. കാര്യമായ ഫുട് വർക്കില്ലാതെ കൈക്കരുത്തുകൊണ്ട് മാത്രം കവറിന് മുകളിലൂടെ ഒരു സിക്സർ. T20 ലോകകപ്പിൽ തുടർച്ചയായ 3 നൗക്കൌട്ട് മത്സരങ്ങളിലാണ് സഞ്ജു വിജയം നേടിത്തന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ അതിനേക്കാൾ മികച്ച പ്രകടനം വേറെ കണ്ടെത്താനാവില്ല. എന്നിട്ടും ചിലർ സഞ്ജുവിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരുന്നു. മഞ്ഞക്കുപ്പായത്തിലെ അയാളുടെ ചെറിയ വീഴ്ചകളെ അവർ വലിയ ആഘോഷമാക്കി മാറ്റി. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? സീസണിലെ ആദ്യ സെഞ്ചുറി സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നാണ് പിറന്നത്. ചിദംബരം സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് അത്ര നല്ല റെക്കോർഡുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഹോം ഗ്രൗണ്ടിൽ ഡൽഹിയോട് പരാജയപ്പെട്ടിരുന്നു. 2026-ലും ഡൽഹി ജയിക്കുമെന്നാണ് ക്രിക്കറ്റ് പണ്ഡിതന്മാർ വിലയിരുത്തിയത്. അക്സർ പട്ടേലും സംഘവും മഞ്ഞപ്പടയെ വെല്ലുവിളിക്കുകയായിരുന്നു. ഡൽഹി പഴയ ഡൽഹിയല്ല, ചെന്നൈക്ക് പണി കിട്ടും. പക്ഷേ ഒരു മലയാളി അവർക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ച് പറഞ്ഞു, ഡൽഹി പഴയ ഡൽഹിയല്ലെന്നറിയാം, പക്ഷേ സഞ്ജു ആ പഴയ സഞ്ജു തന്നെയാണ്. പ്രിയപ്പെട്ട സഞ്ജു സാംസൺ, നിങ്ങൾ മാനസികമായി ഈ കളിയിൽ മുഴുകിയിട്ടില്ലെങ്കിൽ കുറച്ച് മത്സരമെങ്കിലും വിശ്രമിക്കൂ. ഇതിനി റൺസിൻ്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് തന്നെ താല്പര്യമില്ലായ്മ വെളിപ്പെടുത്തുകയാണ്. ക്യാമറ നിങ്ങളിലേക്ക് തിരിയുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിരാശയോടെ അകന്നു നിൽക്കുന്നവനായി തോന്നുകയാണ്. സത്യമായി പറഞ്ഞാൽ നിങ്ങളെ ഒരിക്കൽ പോലും സന്തോഷത്തോടെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്നത് ആവേശവും ഉദ്ദേശവും പോരാട്ട മനോഭാവവും കാണാനില്ല എന്നതാണ്. ആ പാഷൻ എവിടെ പോയി? ആ ആഗ്രഹം എവിടെ പോയി? കുറഞ്ഞത് നിങ്ങൾക്ക് ഈ കളിയോടുള്ള പരിഗണനയെങ്കിലും പ്രകടമാക്കൂ. ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. 2020 വേൾഡ് കപ്പിൽ ടൂർണമെന്റിലെ താരം ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള വരവ് തുടങ്ങി കരിയറിലെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് ആദ്യ 3 മത്സരങ്ങളിലെ 6, 7, 9 എന്നീ സ്കോറുകൾക്ക് ശേഷം മദ്രാസ് മാൻ എന്ന ചെന്നൈ ആരാധകൻ എക്സിൽ പങ്കുവെച്ച വാചകങ്ങളാണിത്. 3-3 തോറ്റു നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മത്സരം കണ്ട ഏതൊരാൾക്കും ആ വാചകങ്ങളിൽ ചിലത് ഒരു പരിധിവരെ സത്യമായി തോന്നിയിരിക്കാം. നമ്മൾ കഴിഞ്ഞ മാസം വരെ കണ്ട സഞ്ജു സാംസൺ ഇതല്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടായിരുന്നു.
എന്നാൽ ഇന്ന് ചെന്നൈ ആരാധകരുടെ മുമ്പിൽ നമ്മൾ അറിയുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സഞ്ജു സാംസൺ തിരിച്ചു വന്നിരിക്കുന്നു. പവർ പ്ലേ മുതൽ ക്യാപ്റ്റൻ ഋതുരാജ് റൺസ് കണ്ടെത്താൻ കഷ്ടപ്പെടുമ്പോൾ മറുവശത്ത് സഞ്ജു സാംസൺ റൺസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ കളിയെ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം. 2020-ൽ 400 സിക്സറുകൾ എന്ന നേട്ടവും ഇന്ന് ഡൽഹിക്കെതിരെ അദ്ദേഹം മറികടന്നു. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് വലിയ ഷോട്ടുകൾക്കപ്പുറം മനോഹരമായ ബൗണ്ടറികളിലൂടെ തന്നെയാണ് അദ്ദേഹം കളിയെ നിയന്ത്രിച്ചത്. ഗ്യാപ്പുകൾ കൃത്യമായി കണ്ടെത്തി ഫീൽഡിനെ ചീറിക്കിടക്കുന്ന ഫോറുകളാണ് ഇന്നത്തെ ഇന്നിങ്സിന്റെ ഭംഗി. അദ്ദേഹത്തിന്റെ ദിവസമായാൽ മുന്നിൽ വരുന്ന ബൗളറായാലും എത്ര മികച്ച പന്തെറിഞ്ഞാലും സഞ്ജു അതിനെ അത്രമേൽ വേഗത്തിൽ ബൗണ്ടറിയിലേക്ക് എത്തിച്ചിരിക്കും. IPL-ൽ 4700-ലധികം റൺസ് നേടിയ സഞ്ജുവിന്റെ കഴിവിനെക്കുറിച്ച് ഇനി പ്രത്യേകം പറഞ്ഞു തെളിയിക്കേണ്ട ആവശ്യമില്ല. IPL-ൽ തന്നെ തന്റെ മികവ് തെളിയിച്ച ഒരാൾക്ക് ഇനി ഇന്ത്യൻ ടീമിലേക്ക് അവസരത്തിനായി ആരെയും ബോധ്യപ്പെടുത്തേണ്ടതുമില്ല. പക്ഷേ ചെന്നൈ പോലൊരു അതിശക്തമായ ആരാധക പിന്തുണയുള്ള ടീമിലേക്ക് എത്തിയപ്പോൾ അത് വെറുമൊരു ട്രാൻസ്ഫർ മാത്രമായിരുന്നില്ല. സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥാനത്തേക്കുള്ള വരവായിരുന്നു അത്. സീസൺ തുടങ്ങും മുമ്പേ ആ ആരാധകർ അദ്ദേഹത്തിൽ അർപ്പിച്ചിരുന്ന പ്രതീക്ഷകൾ അത്രമേൽ വലുതായിരുന്നു. ആദ്യ 3 മത്സരങ്ങളിലെ പ്രകടനം അവർക്ക് നിരാശ സമ്മാനിച്ചെങ്കിലും ഇന്ന് ആ സെഞ്ചുറിയോടെ അയാൾ അവരുടെ വിശ്വാസം കാത്തിരിക്കുന്നു. 2 അക്കം കാണാത്ത 3 മത്സരങ്ങൾക്ക് ശേഷം ചെപ്പോക്കിൽ ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ കളിക്കാനിറങ്ങുമ്പോൾ സ്വാഭാവികമായി അന്തരീക്ഷത്തിൽ ഉയരുന്ന ഒരു പ്രഷറുണ്ട്. അത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയിൽ ആദ്യ 3 മത്സരങ്ങളിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ വിമർശകർ വീണ്ടും ഉണർന്നു തുടങ്ങിയിരുന്നു. നേരിട്ട ആദ്യ പന്ത് മുതൽ തന്നെ സഞ്ജുവിലുണ്ടായ വ്യത്യാസം വ്യക്തമായിരുന്നു. വലുതെന്തോ വരാനുണ്ടെന്ന് തോന്നിയിരുന്നു. തുടക്കത്തിൽ റഷ് ഷോട്ടുകളിലേക്ക് പോവാതെ മനോഹരമായ കട്ടുകളിലൂടെയും ഡ്രൈവുകളിലൂടെയും ലോഫ്റ്റുകളിലൂടെയും ബൗണ്ടറികൾ കണ്ടെത്തി പവർ പ്ലേയിൽ ടീമിനെ ഒറ്റയ്ക്ക് താങ്ങി നിർത്തി. മറ്റേ അറ്റത്ത് കളിച്ച ഗെയ്ക്വാദിന്റെ സ്ട്രഗിൾ ടീമിനെ ബാധിക്കാതെ ഇരിക്കാൻ സഞ്ജു പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു ഘട്ടത്തിലും സ്ട്രൈക്ക് റേറ്റ് 200-ന് അടുത്തു കുറയാതെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആയുഷ് മാത്രേ സ്ട്രോക്കുകൾ കളിച്ചു തുടങ്ങുമ്പോഴാണ് സഞ്ജു കൂടുതൽ ഷോട്ട് അൺലിഷ് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യ 6 നേടുന്നത് തന്നെ 11ാമത്തെ ഓവറിലായിരുന്നു. ഒരു എൻഡിൽ ഞാൻ എന്തായാലും വേണമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടിരുന്ന സഞ്ജുവിനെ ഒരിക്കൽ കൂടി ചെപ്പോക്കിൽ കണ്ടു. ഷോട്ട്സൊക്കെ എന്ത് രസമായിരുന്നു. എല്ലാത്തരം ക്രിക്കറ്റിൻ ഷോട്ട്സും ഇന്നയാൾ കളിച്ചിട്ടുണ്ട്. സെഞ്ചുറിക്ക് ശേഷം കളിച്ച റിവേഴ്സ് സ്കൂപ്പ് തന്നെ എന്ത് മനോഹരമായിരുന്നു. ഒടുവിൽ സെഞ്ചുറി തികച്ചുകൊണ്ട് ഒരു പടയപ്പ സ്റ്റൈൽ സെലൂട്ടും തൂക്കി. അങ്ങനെ ചെപ്പോക്കിൽ വന്ന സ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാറായി തിളങ്ങിയിരിക്കുന്നു. ഇനി CSK ആരാധകർ സഞ്ജുവിനെ തോളിലേറ്റിക്കും.